കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ദിവസം ദൈവവചനവുമായി ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുടെ മുൻപാകെ കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയതിൽ ഞാൻ സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിലുള്ള എല്ലാറ്റിനേക്കാളും ഏറ്റവും ശക്തിമത്തായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം മനുഷ്യവർഗത്തിൻ്റെ രക്ഷയും വീണ്ടെടുപ്പും ആയിരുന്നു. യേശുവിനെ അന്ന് ലോകത്തിന് പരിചയമില്ല, സമൂഹത്തിന് പരിചയമില്ല. പക്ഷേ യേശുവിനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശുവിനെ വിട്ടുപിരിയുവാൻ അനേകർക്കും ബുദ്ധിമുട്ടുണ്ടായി. അതിന് പ്രധാന കാരണം യേശുവിൽ കൂടെ ഒരു മനുഷ്യന് ഉളവാകുന്ന മാന്യതയും അതിൻ്റെ വിടുതലും അനുഗ്രഹങ്ങളും സന്തോഷവും ഒക്കെയാണ് അവരുടെ ജീവിതത്തിലെ പ്രധാന വിഷയം. യേശുവും ശിഷ്യന്മാരും ഒരു വലിയ ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ശുശ്രൂഷകളിൽ അവർ ആരംഭമായി യേശുവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് യേശു കടൽ തീരത്തൂടെ കടന്നു പോകുന്ന ആ യാത്രയിൽ സ്നേഹിതന്മാരായ പലരും ഒരുമിച്ചിരുന്ന് മീൻ പിടിക്കുകയും വലകൾ തയ്ക്കുകയും നന്നാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ സഹോദരങ്ങളെ കർത്താവ് തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. വിശുദ്ധ പത്രോസ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു. പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ മത്സ്യങ്ങളെ പിടിക്കുന്ന ആ ജോലിയിൽ ഏർപ്പെട്ടവരായിരുന്നു. ഇവരെങ്ങനെ യേശുവിൻ്റെ പിന്നാലെ ആയിത്തീർന്നു എന്നുള്ളത് ഒരു വലിയൊരു വിഷയമാണ്. അവരുടെ ഉപജീവനമാർഗം ചെയ്ത്, അവരുടെ തൊഴിലുകൾ ചെയ്ത്, ആ ജോലിയിൽ അവർ വ്യാപൃതരായിരിക്കുമ്പോഴാണ് യേശു ആ സ്ഥാനത്തേക്ക് കടന്നു എന്ന് അവരെ വിളിക്കുന്നത്. പത്രോസേ, നീ എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറയുന്ന ഒരു വാക്കാണ് അവർ കേൾക്കുന്നത്. സകലതും വിടുവാൻ ഉള്ള ഒരു ആലോചന അതിനകത്തുണ്ട്. പത്രോസ് ഒരു നല്ല മീൻപിടുത്തക്കാരനും ഒരു നല്ല കടലിൻ്റെ ആഴങ്ങൾ അറിയാവുന്ന ഒരു മനുഷ്യനും. കടലും ജീവിതവുമായിട്ട് പത്രോസ് വലിയ ബന്ധമുണ്ട്. തൻ്റെ വീട്ടുകാർക്കും തൻ്റെ സ്നേഹിതന്മാർക്കും ഒക്കെ ആ വലിയ ബന്ധമുണ്ട്. ആ ബന്ധത്തിനകത്ത് ആഴമായിട്ട് നിൽക്കുമ്പോഴാണ് യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്നത്, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം, എൻ്റെ പിന്നാലെ വരിക. ഒരു നിമിഷം പത്രോസും കൂട്ടുകാരും അഥവാ സഹോദരന്മാരും പകച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ അവരിങ്ങനെ നിൽക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ കഠിനമായ പട്ടിണിയിലും ക്ഷാമത്തിലും വേദനയിലും ഒക്കെ കഴിഞ്ഞുകൂടുന്ന പത്രോസ് ഉപജീവന മാർഗത്തിന് വേണ്ടി മത്സ്യത്തെ പിടിച്ചും അത് വിറ്റ് ഉപജീവനം കഴിഞ്ഞുമൊക്കെ പോകുന്ന ഒരു വേളയാണെന്ന് നമുക്കതിൽ നിന്ന് അനുമാനിക്കുവാൻ കഴിയുന്നുണ്ട്. പക്ഷെ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാക്ക് ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത ഒരു വാക്കായിരുന്നു. രണ്ടും തീരുമാനിച്ചുകൊണ്ട് പത്രോസ് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുക. അത് കേട്ട തൻ്റെ സഹോദരന്മാരും യേശുവിനോടൊപ്പം തൻ്റെ സ്നേഹിതനായ സഹോദരനായ പത്രോസിനോടൊപ്പം അവരും പോകുകയാണ്. യാതൊരു വിധമായ ഒരു സെക്യൂറായിട്ടുള്ള കാര്യങ്ങളൊന്നും യേശു അവരോട് പറഞ്ഞിട്ടില്ല. ആത്മാക്കളെ അഥവാ മനുഷ്യരെ പിടിക്കുന്ന ഒരു വലിയ ദൗത്യത്തിൽ അവരെ ആക്കി വയ്ക്കുവാനുള്ള വലിയ ചുമതല കർത്താവ് അവരെ ഏൽപ്പിച്ചു. ജീവിതത്തിൽ ഒരുപക്ഷെ അന്ന് പത്രോസ് എടുത്ത തീരുമാനം മറ്റുള്ള സഹോദരങ്ങൾ പറഞ്ഞു കാണും, ഇതൊരു വലിയ ഭോഷത്വമാണ്, ഇതൊരു വലിയ നഷ്ടമാണ്, ഇവൻ എന്തിന് ഇതിനു വേണ്ടി കടന്നു പോകുന്നു. യഥാർത്ഥമായിട്ടും കാര്യങ്ങളുടെ ഗൗരവത്തിലേക്ക് വന്നപ്പോൾ പത്രോസിന് യേശുവിന് കൂടെ നടന്നു കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇത് വിട്ടുപിരിയാൻ കഴിയാത്തൊരു ബന്ധമാണ്. ഈ വിളി കേട്ട്
ഞാൻ യേശുവിനോടൊപ്പം വന്നില്ലായിരുന്നുവെങ്കിൽ എനിക്കൊരു വലിയ തീരാ നഷ്ടം സംഭവിച്ചേരുമായിരുന്നു. കർത്താവിനെ പലരും സ്നേഹിപ്പാൻ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത് ഇത്തരത്തിലുള്ള വിളിയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ്. ലോകത്തിൽ കർത്താവിനെ പിൻപറ്റുവാൻ ഒത്തിരി പേർക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. കോടാനുകോടി ജനങ്ങൾ യുഗായുഗങ്ങളായി യേശുവിനെ ആരാധിക്കുന്നുണ്ട്. യേശുവിൻ്റെ ആരാധക വൃന്ദം ഒരു ചെറിയ വൃന്ദമല്ല. യേശുവിൻ്റെ സാന്നിധ്യവും യേശുവിൻ്റെ സൗഖ്യവും യേശുവിൻ്റെ വിടുതലും അനുഭവിച്ചറിയുന്നവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും ബോധ്യമാകുകയുള്ളൂ എന്നുള്ളൊരു കാര്യം ഞാൻ ഇത്തരണത്തിൽ സ്മരിക്കുകയാണ്. കർത്താവിനെ പിൻപറ്റിയവരും കർത്താവിനെ കണ്ടിറങ്ങിയവരും കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചവരും ആ സൗഖ്യം ആസ്വദിച്ചവരുമൊക്കെ കർത്താവിനെ പിരിഞ്ഞ് പോകുവാൻ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല. ഞാൻ ഈ പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, ജീവൻ തന്ന ദൈവം, ഒരു മണിക്കൂർ കൂടെ ജീവിക്കുവാൻ നമുക്ക് കൃപ നൽകിയ ദൈവം, ആ ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് പകലിൽ നമ്മെ എല്ലാവരെയും വിളിക്കുന്നുണ്ട്. ലോകത്തിൽ നമ്മൾ ലൗകികരായി ഏതിൻ്റെയൊക്കെയോ പിറകെ നമ്മൾ തിരക്കുകളുടെ നടുവിൽ പാഞ്ഞു പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത് ഞാൻ ലോകം സ്നേഹിക്കുന്ന പോലെയല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നിർവ്യാജമായ സ്നേഹത്തിലാണ്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ ദൈവസ്നേഹത്തിലേക്ക് വരുവാൻ നിങ്ങൾക്കും അവസരം കർത്താവ് തുറന്നിട്ടിരിക്കുകയാണ്. ഞാൻ ചില സന്ദർഭങ്ങളൊക്കെ ഓർക്കാറുണ്ട്. യേശു ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ പല ഭാഗങ്ങളിലും ചെയ്യുന്നതായിട്ട് കാണും. ദൈവവചനമായിരുന്നു യേശുവിൻ്റെ പ്രധാന വിഷയം. ദൈവരാജ്യമായിരുന്നു യേശുവിൻ്റെ ദൗത്യം. ദൈവരാജ്യത്തിലേക്ക് ജനത്തെ കൊണ്ടുപോകുവാനും ദൈവരാജ്യത്തിലേക്ക് ജനത്തെ അടുപ്പിക്കുവാനുമുള്ള ദൗത്യം യേശു കർത്താവ് ശിഷ്യന്മാരിലേക്കും അത് പകർന്നു കൊടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഇന്ന് പകലിൽ നിങ്ങളോട് ഈ ഭാഗം ഞാൻ പങ്കുവയ്ക്കുമ്പോൾ ഹൃദയംഗമായി ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ആ ദേവാലയത്തിൽ യേശുവിൻ്റെ ശബ്ദം മുഴങ്ങിയത് അനീതിക്കെതിരെയും പാപത്തിനെതിരെയും രക്ഷയുടെ അനുഭവം നഷ്ടപ്പെട്ട ജനത്തിൻ്റെ രക്ഷയിലേക്കുള്ള മടങ്ങിവരവിനും വേണ്ടിയായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. അങ്ങനെയുള്ള സുവിശേഷത്തെ സ്നേഹിച്ച് ഇറങ്ങിത്തിരിച്ച, സത്യവചനത്തെ സ്നേഹിച്ച് ഇറങ്ങിത്തിരിച്ച ഒരുപറ്റം ദൈവമക്കൾ അവിടെവിടെയായി കർത്താവിനെ ഈ പകൽക്കാലവും ആരാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷപ്രദമായ കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ യേശുവിനെ കണ്ടുമുട്ടിയ ഒരു മനുഷ്യനോട് നമ്മൾ ചോദിച്ചാൽ യേശു അവൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചും യേശു അവൻ്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും ഒക്കെ അവന് വാദവരാതെ സംസാരിക്കുവാനുണ്ട്. അതിൻ്റെ ആഴമായ കാരണമെന്തെന്ന് ചോദിച്ചാൽ, ആർക്കും അവനൊരു മാറ്റം കൊടുക്കാൻ കഴിയാതിരുന്നപ്പോൾ, അവൻ്റെ ആ സ്ഥിതിക്കൊരു വ്യത്യാസം കൊടുക്കാൻ കഴിയാതിരുന്നപ്പോൾ, യേശു കർത്താവ് ആ സമൂഹത്തെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്, മനുഷ്യർക്ക് അസാധ്യമായത് എനിക്ക് സാധ്യമാണ്. കുഴഞ്ഞു കിടക്കുന്ന വിഷയങ്ങൾ, പരാജയപ്പെട്ട വിഷയങ്ങൾ, ഭാരപ്പെടുന്ന വിഷയങ്ങൾ, വേദനിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾക്കെല്ലാം ക്രിസ്തു യേശുവിൽ കൂടെ മറുപടി ഉണ്ട് എന്നുള്ളത് ഈ സമയം നമ്മൾ മറന്നു പോകരുത്. അതെ, ദൈവത്തിൻ്റെ ദൗത്യത്തിലേക്ക് നിങ്ങൾ അടുത്തു വരുവാൻ താല്പര്യപ്പെടുന്നു, യേശുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു. ഏത് തകർന്നതിനെയും പണിതെടുക്കുന്നവനാണ് സർവശക്തനായ ദൈവം. ഏത് ഉടഞ്ഞ പാത്രത്തെയും കൂട്ടിച്ചേർക്കുവാൻ അധികാരമുള്ളവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഏത് മുറിവേറ്റ ഹൃദയത്തെയും തൻ്റെ ആശ്വാസം കൊണ്ട് മെനഞ്ഞെടുക്കുവാൻ കർത്താവിന് കഴിയും. ഒരു കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മെ രൂപാന്തരപ്പെടുത്തി ദൈവത്തിന് കൊള്ളാകുന്നവരാക്കി തീർക്കുവാൻ കർത്താവിന് അധികാരമുണ്ട് എന്നുള്ള കാര്യം ഞാനിവിടെ ഊന്നൽ കൊടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്നേഹത്തിൽ ഞാൻ പറയട്ടെ, ആശ്വാസം നഷ്ടപ്പെട്ട് നിങ്ങൾ പോകുകയാണെങ്കിൽ യേശുവിലേക്ക് അടുത്തു വരുമോ? ആ ദൈവസമാധാനം നിങ്ങളെ ഒരു പുതുമനുഷ്യനാക്കി, ഒരു പുതിയ വ്യക്തിത്വമാക്കി, ഒരു പുതിയ കുടുംബമാക്കി, ഒരു പുതിയ അനുഭവമാക്കി ദൈവത്തിന് നിങ്ങൾ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ കഴിയും. അതിന് ദൈവം നിങ്ങൾക്ക് കൃപ തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.